Stella, we simplify learning. For +1, +2, NEET and JEE. Download the app now. ഹലോ ഫ്രണ്ട്സ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ സപ്ലിമെന്ററി യൂണിറ്റ്സ് അല്ലെങ്കിൽ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ പറ്റിയും പഠിച്ചായിരുന്നു. നമുക്കറിയാം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ കാണപ്പെടും. ഒന്നുകിലാണെങ്കിൽ അത് ഫണ്ടമെന്റൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡിറൈവ്ഡ് ആയിരിക്കും. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ക്വാണ്ടിറ്റീസ് ആണ്. ഇതിൽ നിന്നുമാണ് ആരുണ്ടാക്കിയെടുത്തിരിക്കുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇവയിലൊന്നും പെടാത്ത കുറച്ച് ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഫണ്ടമെന്റലും അല്ല ഡിറൈവ്ഡും അല്ല. അതാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ സപ്ലിമെന്ററി ഫിസിക്കൽ യൂണിറ്റ്സ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സപ്ലിമെന്ററി ഫിസിക്കൽ യൂണിറ്റ്സ് എന്ന്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആണ്. ഒന്ന് പ്ലെയിൻ ആംഗിളും മറ്റൊന്ന് സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നിങ്ങൾ വരയ്ക്കുന്ന ആംഗിൾ 2 ഡയമെൻഷണൽ ആംഗിൾ ആണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ഒരു 2D ആംഗിൾ ആണ്. നമ്മൾ സാധാരണ ബുക്കിൽ ഒരു ആംഗിൾ വരയ്ക്കുകയാണ്, അതാണ് പ്ലെയിൻ ആംഗിൾ. നോക്ക്, ഈ ആംഗിൾ ആണ് പ്ലെയിൻ ആംഗിൾ. എനിക്ക് ഈ ആംഗിൾ വെച്ചിട്ടാണെങ്കിൽ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊരു സർക്കിൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ്? റേഡിയസ് ആണ്. ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ആംഗിൾ തീറ്റ. സോ പ്ലെയിൻ ആംഗിൾ എന്താണ്? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. ഇതാണ് പ്ലെയിൻ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. ഇതൊരു 2 ഡയമെൻഷണൽ ആംഗിൾ ആണ്. ഇതിൻ്റെ യൂണിറ്റ് ആണ്, നമ്മൾ സാധാരണ ഡിഗ്രിയിലാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് റേഡിയൻ. റേഡിയൻ നമ്മൾ ഷോർട്ട് ഫോമിൽ റാഡ്, ആ റേഡിയൻ എന്ന് സൂചിപ്പിക്കും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ ആംഗിൾ ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ആണ്. അങ്ങനെയെങ്കിൽ ഞാനാണെങ്കിൽ ഇവിടെ ഒരു വലിയ സർക്കിൾ എടുക്കാൻ പോവുകയാണ്. ഒരു വലിയ സർക്കിൾ എടുത്ത്, നമുക്കറിയാം ഒരു ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഈ സർക്കിൾ എത്ര റേഡിയൻ ആണ്? 360 ഡിഗ്രി എത്ര റേഡിയൻ ആണ്? അപ്പോൾ ഞാൻ പറയും ഫുൾ ആർക്ക് എടുക്കണം. ഇവിടം തൊട്ട് ഇവിടമുള്ള ഫുൾ ആർക്കിൻ്റെ ലെങ്ത് എടുക്കണം. ഇതാണ് റേഡിയസ് എന്ന് പറയുന്നത്. സോ എനിക്കറിയണം 360 ഡിഗ്രി എന്ന് പറയുന്നത് ഡാഷ് റേഡിയൻ ആണ്. സോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ മനസ്സിലാക്കി ഇക്വേഷൻ എന്താണ്? തീറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ആണ്. സോ ആർക്ക് ലെങ്ത്, ഈ ഫുൾ ആർക്കിൻ്റെ ലെങ്ത്, റേഡിയസ് 6 ആണെങ്കിൽ ഫുൾ ആർക്ക് എത്രയായിരിക്കും? 2πr. സോ ഇത് 2πr ഡിവൈഡ് ബൈ റേഡിയസ് എത്രയാണ്? അത് 6 ആണ്. ക്യാൻസൽ ആക്കുമ്പോൾ എനിക്ക് കിട്ടും 360 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആണ്? അത് 2π റേഡിയൻ ആണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി 360 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആണ്? അത് 2π റേഡിയൻ ആണ്. അപ്പോൾ ഞാൻ വീണ്ടും എഴുതി 360 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 2π റേഡിയൻ. അങ്ങനെയെങ്കിൽ ഈ 360 ഇങ്ങനെ എഴുതി കൂടെ? 1 ഡിഗ്രി ഇൻറ്റു 360 വിച്ച് ഈസ് ഈക്വൽ ടു 2π റേഡിയൻ. അങ്ങനെയെങ്കിൽ 1 ഡിഗ്രി എത്ര റേഡിയൻ ആണ്? 1 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു ഈ 360 നമുക്ക് ഇവിടെ കൊണ്ടുപോകാം. സോ 2π ഡിവൈഡ് ബൈ 360 റേഡിയൻ ആണ്. വെട്ടിക്കളഞ്ഞാൽ നമുക്ക് കിട്ടും 180. സോ 1 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ബൈ 180 റേഡിയൻ ആണ്. സോ 1 ഡിഗ്രി എത്ര റേഡിയൻ ആണ്? പൈ ബൈ 180 റേഡിയൻ ആണ്. ഓക്കെ, 1 ഡിഗ്രി പൈ ബൈ 180 റേഡിയൻ ആണ്. അങ്ങനെയെങ്കിൽ 2 ഡിഗ്രിയോ? 2 ഡിഗ്രി എത്ര റേഡിയൻ ആയിരിക്കും? നമ്മൾ പറയും അത് 2 ഇൻറ്റു പൈ ബൈ 180 ആയിരിക്കും. 10 ഡിഗ്രി എത്ര റേഡിയൻ ആയിരിക്കും? അത് 10 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ ആയിരിക്കും. അതായത് നമുക്ക് ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിഗ്രിയുടെ കൂടെ പൈ ബൈ 180 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എന്ത് മനസ്സിലായി? നമുക്ക് ഡിഗ്രി തന്നു. നമ്മൾ പ്രൊട്രാക്ടറിൽ ഒരു ആംഗിൾ മെഷർ ചെയ്തു, ഇത്രയും ഡിഗ്രി. എനിക്കിതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫിസിക്സിൽ യൂസ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അത് പ്ലെയിൻ ആംഗിൾ ആണ്, അത് റേഡിയനിലാണ് സൂചിപ്പിക്കേണ്ടത്. സോ തീറ്റ എന്ന് പറയുന്നത് റേഡിയനിൽ സൂചിപ്പിക്കണമെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ആംഗിളിനെ, ഡിഗ്രി ആംഗിളിനെ എന്ത് ചെയ്യണം? നമ്മൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡിഗ്രിയുടെ കൂടെ പൈ ബൈ 180 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി തിരിച്ചാണെങ്കിലോ? സോ ഞാൻ തിരിച്ചെടുക്കാൻ പോവാണ്. എനിക്ക് റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം
ഡിഗ്രിയെ റേഡിയനിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഇപ്പോൾ പറഞ്ഞതാണ്, ഡിഗ്രിയുടെ കൂടെ π/180 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി തിരിച്ചാണെങ്കിലോ റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ തിരിച്ച് പറഞ്ഞാൽ മതി, റേഡിയൻ്റെ കൂടെ തലതിരിച്ച് പറഞ്ഞേ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് മാറ്റും, എന്ത് കിട്ടും? ഡിഗ്രിയോട്ട് കൺവേർട്ട് ചെയ്യാം, റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഇത് ബേസിക് കൺവേർഷനാണ്, നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കുന്ന ബേസിക് കൺവേർഷനാണ്. സോ പ്ലെയിൻ ആംഗിൾ നമ്മൾ ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്? റേഡിയനിലാണ് മെഷർ ചെയ്യുന്നത്. നമുക്ക് റേഡിയനെ ഡിഗ്രിയിലോട്ടും ഡിഗ്രിയെ റേഡിയനിലോട്ടും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ സാധാരണ മെഷർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്തിരിക്കുന്ന ഏറ്റവും ചെറിയ ആംഗിൾ എത്രയാണ്? നിങ്ങൾ പറയും 1 ഡിഗ്രി. 1 ഡിഗ്രിയേക്കാളും ചെറിയ ആംഗിൾ മെഷർ ചെയ്യാൻ വളരെ പാടാണ് അല്ലേ? നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വളരെ പ്രയാസമാണ്. പക്ഷേ ഉണ്ട്, ഡിഗ്രിയേക്കാളും ചെറിയ ആംഗിൾസ് ഉണ്ട്, സ്മോൾ ആംഗിൾസ്. ഞാൻ 1 ഡിഗ്രി എടുത്തു, ഇത് 1 ഡിഗ്രിയാണെന്ന് കരുതിക്കും. ഇത് 1 ഡിഗ്രി ഒന്നും അല്ല, ജസ്റ്റ് വിചാരിച്ചോ ഇത് 1 ഡിഗ്രിയാണ്. ഞാൻ ഈ 1 ഡിഗ്രിയെ 60 ഈക്വൽ ഭാഗങ്ങളായിട്ട് മുറിക്കാൻ പോവുകയാണ്. സോ ഞാൻ ഈ 1 ഡിഗ്രിയെ 60 പീസായിട്ട് മുറിച്ചു. അങ്ങനെ ഒരു പീസ് ഞാൻ എടുത്തു. എത്രയാണ്? ഇത് 1/60 ഡിഗ്രിയാണ്. ഇങ്ങനെ എത്ര പീസുണ്ട്? 60 പീസുകൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് 1 ഡിഗ്രി കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് 1 മിനിറ്റ്. നമ്മൾ സൂചിപ്പിക്കുന്നത് 1 നേരിട്ട് മുകളിൽ ചെറിയൊരു വരയിടും. ഇതാണ് 1 മിനിറ്റ്. അപ്പോൾ നിങ്ങൾ പറയും, സർ മിനിറ്റ് എന്ന് പറയുന്നത് സമയത്തിൻ്റെ യൂണിറ്റ് അല്ലേ? പണ്ട് കാലത്ത്, അതായത് നമ്മൾ ഈ സമയവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ, ഈ വാച്ചൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആൾക്കാർ സമയം മെഷർ ചെയ്തത് സൂര്യനിൽ നിന്നാണെങ്കിൽ ഇവിടെ ഒരു കമ്പ് വെക്കും, ഒരു പോൾ വെക്കും, അതിന് നിഴലാണെങ്കിൽ താഴെ വന്ന് വീഴും. അപ്പോൾ പറയും ഇത്ര സമയമായി. ആ നിഴൽ നോക്കിയിട്ടാണ് സമയം പറയണത്. അപ്പോൾ ഈ നിഴൽ അല്ലെങ്കിൽ ഈ ആർക്ക് മാറുന്നതനുസരിച്ച്, ആംഗിൾ മാറുന്നതനുസരിച്ച് സമയവും മാറും. അപ്പോൾ ഇവിടെ സമയം അവിടെ പണ്ട് പറഞ്ഞിരുന്നത് എന്ത് യൂണിറ്റിലാണ്? അവർ ആംഗിൾ വെച്ചാണ് സമയം പറഞ്ഞത്. അപ്പോൾ ആംഗിളും സമയവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതിൽ നിന്നാണ് ഈ മിനിറ്റ് വന്നത്. ആംഗിളിനെ മിനിറ്റായിട്ട് നമ്മൾ പറഞ്ഞത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും തിരിയുമ്പോൾ 1 മിനിറ്റ്. സൂര്യൻ്റെ സ്ഥാനം ഇത്രയും മാറി, അപ്പോൾ 1 മിനിറ്റായി. അപ്പോൾ നമ്മൾ നിഴൽ ഇത്രയും മാറും, ഇത്രയും ആംഗിൾ മാറും. സോ ഇതാണ് 1 മിനിറ്റ്. ഇതെന്താണ്? സമയമല്ല, ആംഗിളാണ് പറയണത്. അപ്പോൾ നമ്മൾ സമയത്തിനെ ആംഗിളിനെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ അളവാണ് മിനിറ്റ് എന്ന് പറയുന്നത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? അത് 1/60 ഡിഗ്രിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? നമുക്ക് മനസ്സിലായി 1 മിനിറ്റ് എന്ന് പറയണത് 1/60 ഡിഗ്രിയാണ്. ഓക്കെ, എനിക്കിതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുമോ? എനിക്കറിയാം, ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയാം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? നിങ്ങൾ ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിഗ്രിയുടെ കൂടെ π/180 എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ട് കൺവേർട്ട് ആകും, അത് റേഡിയനിലോട്ട് കൺവേർട്ട് ആകും. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാണ്? അത് 1/60 × π/180 റേഡിയനാണ്. ഇനി ഏറ്റവും ചെറിയ അളവ് ഈ മിനിറ്റ് ആണോ? അല്ല, മിനിറ്റിനേക്കാളും ചെറിയ അളവുകളുണ്ട്, മിനിറ്റിനേക്കാളും ചെറിയ ആംഗിൾസ് ഉണ്ട്. ഞാൻ 1 മിനിറ്റ് എടുത്തു. ഇനി 1 മിനിറ്റിനെയും 60 ഈക്വൽ ഭാഗങ്ങളായി മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ 60 ഈക്വൽ ഭാഗമായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1/60 മിനിറ്റ്. 1/60 മിനിറ്റിന് വേറെ പേരുണ്ട്. ഇതാണ് 1 സെക്കൻഡ്. സോ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡുകൾ കൂടി ചേരുമ്പോഴാണ് 1 മിനിറ്റ് ഉണ്ടാവുന്നത്. ഞാൻ ഈ പറയുന്നതൊന്നും എന്തിൻ്റെ യൂണിറ്റ് അല്ല, ടൈമിൻ്റെ യൂണിറ്റ് അല്ല, പകരം ചെറിയ ആംഗിളിൻ്റെ യൂണിറ്റ് ആണ്. പണ്ട് കാലത്ത് ഈ സമയവും ആംഗിൾ തമ്മിൽ ഞാൻ ഈ പറഞ്ഞ ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം 60 സെക്കൻഡുകൾ കൂടി ചേരുമ്പോൾ 1 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു ആംഗിളാണ് എന്ത്? ഈ സെക്കൻഡ് എന്ന് പറയുന്നത് 60 സെക്കൻഡുകൾ കൂടി ചേരുമ്പോൾ 1 മിനിറ്റ് ഉണ്ടാകും. അപ്പോൾ 1 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 വര വരയ്ക്കണം. ഇതാണ് 1 സെക്കൻഡ്. വളരെ ചെറിയ ആംഗിളാണ്. നമുക്ക് മെഷർ ചെയ്യുന്നാൽ ഏറ്റവും ചെറിയ ആംഗിളാണ് 1 സെക്കൻഡ് എന്ന് പറയുന്നത്. സോ 1 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/60 എന്താണ്? മിനിറ്റാണ്. അല്ലെങ്കിൽ 1/60 × 1/60, അതായത് 1/60 × 60 അത്രയും ഡിഗ്രിയാണ്.
അതെങ്കിൽ നമുക്കിതിനെ റേഡിയനിലോട്ട് പറയാം 1/60 × 60 × π/180 റേഡിയനാണ്. സോ കൺവേർഷൻ മനസ്സിലായോ? അപ്പോൾ ചെറിയ ചെറിയ ആംഗിൾ മെഷർ ചെയ്യുന്ന യൂണിറ്റുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഡിഗ്രി നമുക്കറിയാം. ഡിഗ്രിയേക്കാളും ചെറിയ യൂണിറ്റ് ഉണ്ട്. ഏതാണ്? മിനിറ്റ്. ഒരു ഡിഗ്രി എടുത്തിട്ട് 60 ഈക്വൽ ഭാഗമായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 മിനിറ്റ്. ആ 1 മിനിറ്റിനെ എടുത്തിട്ട് 60 ഈക്വൽ ഭാഗമായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/60 ഡിഗ്രിയാണ്. അത് നമുക്ക് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനും കഴിയും. ഇതൊക്കെയാണ് നമ്മൾ പ്ലെയിൻ ആംഗിൾ കേൾക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾ. ഇനി നിങ്ങളുടെ നീറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ JEE എക്സാമിനേഷന് ഈ ഭാഗം എവിടെ വരും? ഒരിക്കലും ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിക്കുകയില്ല. പലപ്പോഴും പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഈ കൺവേർഷൻ അറിഞ്ഞേക്ക് തീരത്തുള്ളൂ. അപ്പോൾ ബേസിക് കൺവേർഷൻ ഇങ്ങനെയാണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കൺവേർഷനാണ്. നമുക്കറിയാം 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാണ്? നിങ്ങൾ ഉറപ്പായിട്ടും പറയും അത് 2π റേഡിയനാണ് അല്ലേ? നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പഠിച്ചതാണത്. 180 ഡിഗ്രി എന്ന് പറഞ്ഞു നിന്നത് എത്ര റേഡിയനാണ്? അത് π റേഡിയനാണ്. ഇതിൻ്റെ പകുതി. 90 ഡിഗ്രി ആണെങ്കിലോ ഇതിൻ്റെ പകുതി എത്രയാണ്? അത് π/2 റേഡിയനാണ്. ഇനി 60 ഡിഗ്രി എന്ന് പറഞ്ഞാലോ അത് π/3 റേഡിയനാണ്. 45 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 90യുടെ പകുതി എത്രയാണ്? അത് π/4 റേഡിയനാണ്. 30 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് ഇതിൻ്റെ പകുതി എത്രയാണ്? π/6 റേഡിയനാണ്. സോ ബേസിക്കലി നിങ്ങൾ ഇത്രയും കൺവേർഷൻ ഓർത്തിരിക്കണം. നമ്മൾ കണക്ക് ചെയ്യാൻ നേരത്ത് ഇത്തരം കൺവേർഷൻസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ പറയും അത് π/6 റേഡിയനാണ് അല്ലെങ്കിൽ π/4 റേഡിയനാണെന്ന് പറയാൻ കഴിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലെയിൻ ആംഗിളിനെ പറ്റി കേട്ടു. പ്ലെയിൻ ആംഗിൾ നമ്മൾ ഏത് യൂണിറ്റിലാണ് സൂചിപ്പിക്കുന്നത്? തീറ്റ. അത് റേഡിയനിലാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് സപ്ലിമെൻ്ററി യൂണിറ്റിലെ ഫസ്റ്റ് ആൾ. ഇതാണ് പ്ലെയിൻ ആംഗിൾ. ഇനി സപ്ലിമെൻ്ററി യൂണിറ്റിലെ സെക്കൻഡ് ആളാണ്. സപ്ലിമെൻ്ററി യൂണിറ്റ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ആളാണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ ശ്രദ്ധിക്കണം. ഇതെന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ആംഗിളാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഇവിടെയാണെങ്കിൽ ഒരു ഐസ്ക്രീം കോണുണ്ട്. ഐസ്ക്രീം കോണിനകത്തൊരു ആംഗിൾ ഉണ്ട് അല്ലേ? ഇതൊരു ആംഗിളാണ്. ഈ ആംഗിൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രൊട്രാക്ടർ കൊണ്ട് മെഷർ ചെയ്യാൻ കഴിയുമോ? ഇല്ല, കാരണം ഇതൊരു 3 ഡയമെൻഷണൽ ആംഗിളാണ്. അതെന്താണ്? ഒരു 3 ഡയമെൻഷണൽ ആംഗിളാണ്. ഒരിക്കലും പ്രൊട്രാക്ടർ കൊണ്ട് നിങ്ങൾക്ക് ഇത് മെഷർ ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ മെഷർ ചെയ്യും? ഈ ആംഗിൾ മെഷർ ചെയ്യാൻ ടെക്നിക്ക് വേണം. നിങ്ങൾ ചെയ്യുന്നതാണ്, ഇതിനൊരു സർഫസ് ഏരിയ ഉണ്ട് അല്ലേ? ഇതാണ് അതിൻ്റെ സർഫസ് ഏരിയ. സോ എന്താണ് സർഫസ് ഏരിയ? നമുക്ക് വേണമെങ്കിൽ A എന്ന് പറയാം. അതുപോലെയാണെങ്കിൽ ഇതിനൊരു റേഡിയസ് ഉണ്ട്. ഇതൊരു സ്പിയറിൻ്റെ ഭാഗമാണെങ്കിൽ, ഇതൊരു സ്പിയർ ആണെങ്കിൽ ഇതാണ് നമ്മളുടെ സർഫസ് ഏരിയ. ഇതാണ് അതിൻ്റെ റേഡിയസ്. R എന്ന റേഡിയസ് ഉണ്ട്. സോ ഇവിടെ ക്യാപിറ്റൽ R എഴുതാൻ പോവാണ്. ക്യാപിറ്റൽ R ആണ് റേഡിയസ്. ഇവിടെ സർഫസ് ഏരിയ ആണ് ഇത്രയും. ഞാൻ സർഫസ് ഏരിയയെ A എന്ന് പറഞ്ഞു. സോ സർഫസ് ഏരിയ ഡിവൈഡ് ബൈ നമ്മളുടെ റേഡിയസിൻ്റെ സ്ക്വയർ. റേഡിയസ് ഞാൻ ക്യാപിറ്റൽ R എഴുതുന്നെങ്കിൽ നമ്മളിവിടെയും പറയും ക്യാപിറ്റൽ R. സോ ക്യാപിറ്റൽ R അതിൻ്റെ സ്ക്വയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് സോളിഡ് ആംഗിൾ. നമ്മൾ സോളിഡ് ആംഗിൾ ഓം എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സോളിഡ് ആംഗിൾ നമ്മൾ ഓം എന്ന അക്ഷരം കൊണ്ടും പ്ലെയിൻ ആംഗിൾ നമ്മൾ തീറ്റ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. നമുക്കറിയാം പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? അത് റേഡിയനാണ്. അതുപോലെ ആർക്ക് യൂണിറ്റ് ഉണ്ട്? നമ്മുടെ സോളിഡ് ആംഗിളിനും ഈ സോളിഡ് ആംഗിളിനും എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റാണ് സ്റ്റെറിഡിയൻ. സ്റ്റെറിഡിയൻ. സോ സ്റ്റെറിഡിയൻ നമ്മൾ എഴുതുമ്പോൾ സ്റ്റെറിഡിയൻ. സോ സ്റ്റെറിഡിയൻ ആണ് ആരുടെ യൂണിറ്റ്? നമ്മുടെ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഡിവൈഡ് ബൈ റേഡിയസ് സ്ക്വയർ. പ്ലെയിൻ ആംഗിൾ യൂണിറ്റ് എന്താണ്? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. ഇവിടെയാണെങ്കിലോ റേഡിയസ് സ്ക്വയർ. സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ആകെ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ഉള്ളൂ. ഇതൊക്കെയാണ്, ഒന്ന് പ്ലെയിൻ ആംഗിളും മറ്റൊന്ന് സോളിഡ് ആംഗിളും.
ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ഈ സോളിഡ് ആംഗിളിനെ പറ്റി അടുത്ത വർഷം +2-ലാണെങ്കിൽ അവിടെ നമ്മൾ കണക്ക് ചെയ്യാൻ നേരത്ത് ഫോർ എക്സാമ്പിൾ മാഗ്നറ്റിസത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സോളിഡ് ആംഗിൾ. ഈ വർഷം നമ്മൾ പഠിക്കത്തില്ല. പക്ഷേ പ്ലെയിൻ ആംഗിൾ നമ്മൾ അടുത്ത വർഷവും പഠിക്കും, ഈ വർഷവും പഠിക്കും, എവിടെയും പഠിക്കും പ്ലെയിൻ ആംഗിൾ. സോ പ്ലെയിൻ ആംഗിൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ട്രിഗോമെട്രിയിലൊക്കെ ധാരാളം യൂസ് ചെയ്യുന്ന സംഭവമാണ് ആര്? പ്ലെയിൻ ആംഗിൾ. സോ ടോപ്പിക് മനസ്സിലായല്ലോ. സപ്ലിമെൻ്ററി യൂണിറ്റ്സ് 2 ഉണ്ട്. ഇതൊക്കെയാണ് പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് പാരലാക്സ് മെത്തേഡ്. സോ അടുത്ത ടോപ്പിക് എന്താണ്? പാരലാക്സ് മെത്തേഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പെന്നിൻ്റെ നീളം ഒന്ന് മെഷർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സ്കെയിൽ എടുക്കും, എന്നിട്ട് പറയും മെഷർ ചെയ്യും, ഒരു ആൻസർ പറയുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് സഹായത്തോടു കൂടി ഒരു ചെറിയ നീളം നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഇതൊരു കൈ കൊണ്ട് പിടിക്കാൻ കഴിയുന്ന, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്. നമുക്ക് അനായാസം എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്, അല്ലേ? ഒരു 12 സെൻറ്റിമീറ്റർ എന്ന് പറയാൻ കഴിയുന്ന ഒരു നീളമാണിത്. പക്ഷേ ചില നീളങ്ങളുണ്ട്, അത് നിങ്ങൾക്കാണെങ്കിൽ എസ്റ്റിമേഷൻ ചെയ്യാൻ കൂടി കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ബേസിക് മാത്തമാറ്റിക്സിൻ്റെ സഹായത്തോടു കൂടി അതിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു ആറ്റത്തിൻ്റെ സൈസ് എത്രയാണ്? ഒരു മോളിക്യൂളിൻ്റെ സൈസ് എത്രയാണ്? അപ്പോൾ നിങ്ങൾക്ക് എസ്റ്റിമേഷൻ ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ഒരു മോളിക്യൂളിൻ്റെ സൈസ് എത്രയെന്ന് നമുക്ക് നഗ്നനേത്രം കൊണ്ട് കണ്ട് മനസ്സിലാക്കി അത് എസ്റ്റിമേഷൻ ചെയ്തതിൻ്റെ വാല്യൂ പറയാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, സൂര്യനിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള അകലം എത്രയാണ്? അപ്പോൾ നമുക്കത് സാധാരണഗതിയിൽ നമുക്ക് എസ്റ്റിമേഷൻ നടക്കുന്ന കാര്യമല്ല, അത് വലിയൊരു നീളമാണ്. നമ്മുടെ ചിന്താഗതിക്ക് അപ്പുറമുള്ളൊരു നീളമാണ് ഈ ഒരു സൂര്യനിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള നീളം എന്ന് പറയുന്നത്. സോ വലിയ വലിയ നീളങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് പാരലാക്സ് മെത്തേഡ്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാക്റ്റ് വാല്യൂ അല്ല, നമ്മൾ ഏകദേശം പറയുകയാണ്, ഏകദേശം ഇതിൻ്റെ വാല്യൂ ഇത്രയാണ്, എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ വലിയ വലിയ നീളങ്ങൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, നമുക്ക് ഏകദേശം അതിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു തരുന്ന ഒരു മെത്തേഡാണ് എന്ത്? പാരലാക്സ് മെത്തേഡ്. So parallax method is a method to estimate larger distance. വലിയ വലിയ നീളങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? പാരലാക്സ് മെത്തേഡ്. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കാദ്യം ഈ പാരലാക്സ് എന്ന വാക്ക് എന്താണെന്ന് നോക്കാം. ആ വേർഡ് എന്താണ് മീൻ ചെയ്യുന്നത്? പാരലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ പേന ഇരിപ്പുണ്ട്. ഈ പേനയുടെ സ്ഥാനം ഞാൻ പറയുകയാണ്, ഇവിടെ ഒരു തൂണുണ്ട്, ഇതൊരു പോളാണ്, ഒരു തൂണാണ്. എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ഞാൻ ഈ പേന ഇപ്പോൾ ഈ തൂണിൻ്റെ കറക്റ്റ് നേരെ പിടിക്കാൻ പോവുകയാണ് പേന. ഞാൻ ഒരു കണ്ണടച്ചിട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞു, ഓക്കെ ഇതാണിപ്പോൾ കറക്റ്റ് നമ്മളുടെ പേനയുടെ സ്ഥാനം, അത് തൂണിന് നേരെ എതിരെയാണ് ഞാൻ ഈ പേന വെച്ചിരിക്കുന്നത്. ഇനിയാണെങ്കിൽ നിങ്ങൾ ആ കണ്ണ് അടച്ച കണ്ണ് എന്ത് ചെയ്യണം? തുറക്കണം. ഇനി തുറന്നിരിക്കുന്ന കണ്ണ് എന്ത് ചെയ്യണം? അടയ്ക്കണം. മറ്റേ കണ്ണോട്ട് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പേനയുടെ പൊസിഷൻ മാറി, അതിപ്പോൾ തൂണിന് നേരെയാണോ? അല്ല. അപ്പോൾ ഇവിടെ ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ത് ചെയ്ത്? ചേഞ്ചായി. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ചായി. നേരത്തെ പേനയുടെ സ്ഥാനം ആ ഒരു തൂണിന് നേരെയായിരുന്നു, മറ്റേ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ആ പേനയുടെ സ്ഥാനം ഷിഫ്റ്റായി. അപ്പോൾ ഈ ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പാരലാക്സ് ആംഗിൾ. നോക്ക്, നേരത്തെ പേനയുടെ സ്ഥാനം ഇവിടെയായിരുന്നു, പിന്നീട് പേനയുടെ സ്ഥാനം ഇങ്ങോട്ട് മാറി, ഷിഫ്റ്റായി. സോ ഇത്രയും ഷിഫ്റ്റ് നടന്നു. ഇതുണ്ടാക്കുന്ന ആംഗിൾ, ഇതാണ് നമ്മളെ കണ്ണ്. നമ്മൾ നേരത്തെ പേന ഇവിടെ കണ്ടു, പിന്നെ പേന നമ്മൾ ഇവിടെ കണ്ടു. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പാരലാക്സ് ആംഗിൾ തീറ്റ. ഇത്രയും കാര്യം മനസ്സിലായോ? സോ എന്താണ് പാരലാക്സ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്? നമ്മളൊരു പൊസിഷൻ, ഒരു വസ്തുവിൻ്റെ പൊസിഷനെ ഒരു കണ്ണ് അടച്ചിട്ട് നോക്കി, പിന്നീട് എന്ത് ചെയ്ത് മറ്റേ കണ്ണ് വെച്ച് നോക്കി. അപ്പോൾ വസ്തുവിൻ്റെ പൊസിഷൻ എന്ത് ചെയ്ത്? ഷിഫ്റ്റ് ചെയ്തിട്ട് കണ്ടു. ഈ ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ കണ്ണുമാടുണ്ടാക്കുന്ന, ഇതാണ് നമ്മളെ കണ്ണ്. ഈ കണ്ണുമാടുണ്ടാക്കുന്ന ആംഗിളാണ് എന്തോന്ന്? പാരലാക്സ് ആംഗിൾ. ഇനി ഇതും നമ്മൾ വലിയ വലിയ ദൂരങ്ങൾ തമ്മിലുള്ള എന്താ ബന്ധം എന്തുവാണ്? ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വലിയ വലിയ ദൂരങ്ങളെ മെഷർ ചെയ്യാൻ നോക്കുന്നത്? നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായില്ലേ. നേരത്തെ പിയിലായിരുന്ന സ്ഥാനം, പിന്നെ അത് ക്യൂവിലായിട്ട് മാറി. ഇപ്പോൾ എനിക്കൊരു ചിന്ന ട്രയാങ്കിൾ കിട്ടി, ഒരു കുഞ്ഞൻ ട്രയാങ്കിൾ കിട്ടി. ഇത് O ആണ് വിചാരിച്ചത്, അതാണ് നമ്മൾ കണ്ട സ്ഥാനം O.
തീറ്റ വളരെ ചെറുതാണെങ്കിൽ, തീറ്റ വളരെ വളരെ ചെറുതാണ്, ഇച്ചിരിയേ ഉള്ളൂ, ഇങ്ങനെയേ ഉള്ളൂ, ഇത്തിരിയേ ഉള്ളൂ, കുഞ്ഞൻ ആംഗിളാണ് തീറ്റ. അങ്ങനെയെങ്കിൽ ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ തീറ്റ വരയ്ക്കാൻ പോവുകയാണ്. തീറ്റ ഇച്ചിരിയേ ഉള്ളൂ, തീറ്റൻ്റെ വാല്യൂ വളരെ ചെറുതാണ്. ഇതാണ് തീറ്റ. അപ്പോൾ ഇത് സെക്ടറാണ്, ഇതൊരു വൃത്തത്തിൻ്റെ ഭാഗമാണ്, സെക്ടറാണ്. എനിക്ക് തീറ്റ വളരെ ചെറുതാണെങ്കിൽ ഈ സെക്ടറിനെ ട്രയാങ്കിളായിട്ട് പരിഗണിക്കാം, അല്ലെങ്കിൽ ട്രയാങ്കിളിനെ സെക്ടറായിട്ടും പരിഗണിക്കാം. ഈ കാര്യം മനസ്സിലായോ? നമുക്ക് മനസ്സിലായി, തീറ്റ വളരെ ചെറുതാണെങ്കിൽ, ഈ ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ, പാരലാക്സ് ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിളിനെ അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിനെ നമുക്ക് സെക്ടറായിട്ട് പരിഗണിക്കാം, അല്ലെങ്കിൽ സെക്ടറിനെ ട്രയാങ്കിളായിട്ടും പരിഗണിക്കാം. ഇതെന്ത് ആംഗിളാണ്? ഇത് പ്ലെയിൻ ആംഗിളാണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ആർക്ക് ലെങ്ത്. എന്താണ് ആർക്ക് ലെങ്ത്? ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. ഇത് ആർക്ക് ലെങ്ത് ആണ്. ഇതെന്താണ്? ഇത് റേഡിയസ് ആണ്. സോ ദ ആർക്ക് ലെങ്ത് എന്താണ്? റേഡിയസ്. അപ്പോൾ തീറ്റയ്ക്ക് പകരം എങ്ങനെ പറയാം? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് പി ക്യൂ ഡിവൈഡ് ബൈ റേഡിയസ് ആർ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇനി വലിയ വലിയ ദൂരങ്ങളെ മെഷർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇക്വേഷൻ എന്താണ്? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. ഞാൻ പി ക്യൂന് പകരം പറയാം ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ വലിയ വലിയ ദൂരങ്ങൾ ഇനി മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ എർത്ത്. അങ്ങ് ദൂരെയാണെങ്കിൽ ഒരു സ്റ്റാർ നിൽപ്പുണ്ട്. എനിക്ക് എർത്തിൽ നിന്നും സ്റ്റാറിലേക്കുള്ള അകലം എത്രയെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ പറയുകയാണ്, ഞാൻ ആദ്യമേ എർത്തിൻ്റെ ഒരു പോയിൻ്റ്, ഇതാണ് ഒരു പോയിൻ്റ്, ഡയമീറ്ററിക്കലി ഓപ്പോസിറ്റുള്ള വേറെ പോയിൻ്റാണിത്. ഇതതിൻ്റെ ഡയമീറ്റർ ആണ് അല്ലേ, എർത്തിൻ്റെ ഡയമീറ്റർ ആണിത്. സോ ഇതാണ് എ എന്ന പോയിൻ്റ്, ഇതാണ് ബി എന്ന പോയിൻ്റ്. ഇത് എർത്തിൻ്റെ ഡയമീറ്റർ ആണ്. എനിക്കാണെങ്കിൽ എർത്തിൽ നിന്നും സ്റ്റാറിലേക്കുള്ള അകലമാണ് മെഷർ ചെയ്യേണ്ടത്. ഈ ദൂരം വളരെ വലുതാണ്, വളരെ വലിയ ദൂരമാണ്. ഈ ദൂരം എന്ന് പറയുന്നത് സ്റ്റാറിൽ നിന്ന് എർത്തിലേക്കുള്ള അകലം. ഇതാണ് വലിയ ദൂരം ഡി. ഇത് നമുക്കറിയാം, എർത്തിൻ്റെ ഡയമീറ്റർ എത്രയാണ്? ഞാൻ പറയുകയാണ് ബി ആണെന്ന് കരുതിക്കും. ഇനി ഈ ആംഗിളാണ് പാരലാക്സ് ആംഗിൾ തീറ്റ. ഈ ആംഗിളാണ് പാരലാക്സ് ആംഗിൾ തീറ്റ. സോ നമ്മൾ ബേസിക്കലി എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു പാരലാക്സ് ആംഗിൾ അറിയാമെങ്കിൽ, ഇത് തീറ്റ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇത് ബിയും ഇത് ഡിയും ആണെങ്കിൽ നമ്മൾ പറയും ഇത് ആർക്ക് ലെങ്ത് ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് ലെങ്ത് ആണ്. ഡി എന്താണ്? റേഡിയസ് ആണ്. സോ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ബി ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ, ഇതൊക്കെ ഒരു സർക്കിളിൻ്റെ ഭാഗമാണെങ്കിൽ ഇതെന്താണ്? ആർക്ക് ലെങ്ത് ആണ്. ഇതെന്താണ്? റേഡിയസ് ആണ്. സോ ഈ ഇക്വേഷൻ നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ, ഈ പാരലാക്സ് ആംഗിൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എർത്തിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള അകലം കണ്ടുപിടിക്കാം. സോ ഇക്വേഷൻ എന്താണ്? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്താണ് ഇവിടെ? അത് ബി ആണ്. ഡിവൈഡ് ബൈ റേഡിയസ് എന്താണ്? ഡി ആണ്. എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എനിക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ തീറ്റ. തീറ്റ എന്തിലായിരിക്കണം? തീറ്റ എപ്പോഴും റേഡിയനിലായിരിക്കണം. ശ്രദ്ധിക്കണം, തീറ്റ റേഡിയനിലായിരിക്കണം. ഇതാണെങ്കിൽ കിലോമീറ്റർ ആണ്. ബി തന്നിരിക്കുന്നത് കിലോമീറ്ററിലാണെങ്കിൽ നമുക്ക് ആൻസറും കിലോമീറ്റർ കിട്ടും. ബി തന്നിരിക്കുന്നത് മീറ്ററിലാണെങ്കിൽ നമുക്ക് ആൻസറും മീറ്ററിൽ കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ആരെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ഡിഗ്രിയിലൊക്കെ തന്നിരിക്കുന്നെങ്കിൽ, പാരലാക്സ് ആംഗിൾ തീറ്റ ഡിഗ്രിയിലേക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, വലിയ വലിയ ദൂരങ്ങൾ മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത്? പാരലാക്സ് മെത്തേഡ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? അതിൻ്റെ ഇക്വേഷൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ആണ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാനറ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം, അതിൻ്റെ സൈസ് കണ്ടുപിടിക്കാം. നോക്ക്, അടുത്ത മെത്തേഡ്. ഇതൊരു പ്ലാനറ്റാണ്, ഒരു വലിയ പ്ലാനറ്റാണ്. ഇതാണ് നമ്മളെ എർത്ത്. ഞാൻ എർത്തിൽ നിന്നും എങ്ങോട്ട് നോക്കുകയാണ്? പ്ലാനറ്റിലേക്ക് നോക്കുകയാണ്. ഇതൊരു പ്ലാനറ്റാണ്. ഇത് ഫോർ എക്സാമ്പിൾ ഇത് മൂണാണ് ചോദിക്കും, നമ്മുടെ മൂണാണ്. ഇത് എർത്താണ്. ഞാൻ എർത്തിൽ നിന്നും നേരെ എങ്ങോട്ട് നോക്കണം? മൂണിലേക്ക് നോക്കുകയാണ്.
സോ ഈ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ന് തോന്നുന്നു ഇവിടെ പാരലാക്സ് ആംഗിൾ. ഈ പാരലാക്സ് ആംഗിൾ നമ്മൾ മൂണിലേക്കാണ് നോക്കുന്നത്. ഇത് മൂന്ന് ഡയമീറ്റർ ആണ്. നമുക്ക് അതിൻ്റെ സൈസാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ബീൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ പാരലാക്സ് ആംഗിളിന് മറ്റൊരു പേരുണ്ട്, ആംഗുലാർ ഡയമീറ്റർ. ചില ആൾക്കാർ ഇതിനെ ആൽഫ എന്നൊക്കെ പറയും. സെയിം സംഭവം എന്താണ് അത് പാരലാക്സ് ആംഗിൾ തന്നെയാണ്. സോ ആംഗുലാർ ഡയമീറ്റർ എന്ന് കണ്ടാൽ എന്ത് തന്നെയാണത്? പാരലാക്സ് ആംഗിൾ തന്നെയാണ്. നമ്മൾ ചില ആൾക്കാർ അതിനെ ആൽഫ എന്നൊക്കെ പറയും. സോ ഇക്വേഷൻ കോൺസെപ്റ്റൊക്കെ സെയിം തന്നെയാണ്. സോ മൂണിൻ്റെ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇക്വേഷൻ എന്താണ്? തീറ്റ അല്ലെങ്കിൽ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഇതാണ് ബി ഡിവൈഡ് ബൈ റേഡിയസ്. ഏതാണ് റേഡിയസ്? ഇതൊരു വലിയ സർക്കിൾ ആണെങ്കിൽ റേഡിയസ് ഏതാണ്? ഇതാണ് റേഡിയസ് ഡി. നമുക്കിത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഡയമീറ്റർ ഓഫ് മൂൺ അല്ലെങ്കിൽ സൈസ് ഓഫ് മൂൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബീൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബി വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡി. നമുക്ക് എന്ത് കിട്ടും? സൈസ് ഓഫ് എ പ്ലാനറ്റ് അല്ലെങ്കിൽ സൈസ് ഓഫ് മൂൺ കണ്ടുപിടിക്കാം. സോ ഒരു മൂണിൻ്റെ സൈസ് അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിൻ്റെ സൈസ് അല്ലെങ്കിൽ ഒരു സ്റ്റാറിൽ നിന്നും എർത്തിലേക്കുള്ള അകലം, ഇങ്ങനെയുള്ള വലിയ വലിയ ദൂരങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്, ഒരു സിമ്പിൾ ടെക്നിക്കാണ് പാരലാക്സ് മെത്തേഡ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? തീറ്റ അല്ലെങ്കിൽ ആൽഫ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ആദ്യമേ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടേ കണക്ക് ചെയ്യാവൂ. ഓക്കെ, ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സം ഇമ്പോർട്ടൻറ്റ് കൺവേർഷൻസ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് കൺവേർഷൻസ് ആണ്. 1 മീറ്റർ എല്ലാവർക്കും അറിയാം, അത് എത്രയാണ്? അത് 100 സെൻറ്റിമീറ്റർ ആണ്. അതെന്ന് പറയുന്നത് ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.28 ഫീറ്റ് ആണ്. ഇത് നിങ്ങൾ കാണാൻ പഠിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞൊരു സംഭവമാണ്. നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ്? 1 മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. 3.28 ഫീറ്റ് ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 39.4 ഇഞ്ചാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 1 മൈൽ 1.6 കിലോമീറ്റർ ആണ്. അതല്ലെങ്കിൽ 1609 മീറ്റർ ആണ്. ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ ആണ്. 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചാണ്, 30.48 സെൻറ്റിമീറ്റർ ആണ്. 1 യാർഡ് നമ്മൾ US യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് യാർഡ് എന്ന് പറയുന്നത്. 1 യാർഡ് എന്ന് പറയുന്നത് 3 ഫീറ്റ് ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. 1 മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺ എന്ന് പറയും. എത്രയാണ്? 10⁻⁻6 മീറ്റർ ആണ് എന്ത്? 1 മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. 1 ആങ്സ്ട്രോം ഇങ്ങനെയല്ല എഴുതേണ്ടത്. 1 ആങ്സ്ട്രോം എഴുതി മുകളിലൊരു 0, ഇവിടെ അല്ല 0, മുകളിലൊരു 0. 1 ആങ്സ്ട്രോം എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റാണ്. 10⁻10 മീറ്ററിനെ വിളിക്കുന്ന പേരാണ് 1 ആങ്സ്ട്രോം. സോ ഇതൊക്കെ ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. ഏറ്റവും ചെറിയ യൂണിറ്റ് മനുഷ്യന് മെഷർ ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഫെർമി. 1 ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻15 മീറ്റർ ആണ്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സൈസാണ് 1 ഫെർമി. നമുക്ക് അളക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ചെറിയ യൂണിറ്റാണ് 1 ഫെർമി. ഏറ്റവും ചെറിയ നീളത്തിൻ്റെ യൂണിറ്റാണ് 1 ഫെർമി. അടുത്തയാണ് 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും ഭൂമിയും, ഇത് എർത്താണ്, ഇത് സണ്ണാണ്. സോ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ്, എർത്തും സണ്ണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ്. എത്രയാണ്? അത് 1.49 × 10⁻11 മീറ്റർ ആണ്. 1 ലൈറ്റ് ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് 1 ലൈറ്റ് ഇയർ? ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ്. എത്രയാണത്? അത് 9.46 × 10⁻15 മീറ്റർ ആണ്. പാർസെക് എന്ന് പറഞ്ഞാൽ വേറെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കിട്ടും പാരലാക്സ് സെക്കൻഡ് എന്ന് കിട്ടും. പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മെഷർ ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ യൂണിറ്റാണ് പാർസെക്. ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതായിരുന്നു? ഫെർമി. ഏറ്റവും വലിയ യൂണിറ്റാണ് പാർസെക്. എന്താണ് പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതാണ് നമ്മുടെ സൺ, ഇതാണ് നമ്മുടെ എർത്ത്. സോ സണ്ണിൽ നിന്ന് എർത്തിലേക്കുള്ള അകലം എന്തായിരുന്നു? ആവറേജ് അകലമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലേ? ഇത് എർത്താണ്, ഇത് സണ്ണാണ്. എഴുതി വെക്കാം. എർത്ത്, ഇത് സൺ. സോ സണ്ണിൽ നിന്ന് എർത്തിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്.
ഇനിയാണെങ്കിൽ അങ്ങ് ദൂരെ, അങ്ങ് വിദൂരത്ത്, അങ്ങ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഒരു സ്റ്റാർ നിൽപ്പുണ്ട്. വളരെ വളരെ വലിയ ദൂരത്തിൽ സ്റ്റാർ നിൽപ്പുണ്ട്. ആ സ്റ്റാർ ആണെങ്കിൽ നമ്മുടെ സണ്ണിനെയും എർത്തിനെയും നോക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാകും? ഒരു പാരലാക്സ് ആംഗിൾ ഉണ്ടാകും. ഈ പാരലാക്സ് ആംഗിൾ അതിൻ്റെ വാല്യൂ 1 സെക്കൻഡ് ആണെന്ന് കരുതുക. പാരലാക്സ് ആംഗിളിൻ്റെ വാല്യൂ എത്രയാണ്? 1 സെക്കൻഡ് ആണ്. ഏറ്റവും ചെറിയ വാല്യൂ ആണ്. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പാർസെക്. സോ എന്താണ് പാർസെക് എന്ന് പറയുന്നത്? ഇവിടെയാണെങ്കിൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് നമ്മുടെ ആർക്ക് ലെങ്ത് എങ്കിൽ റേഡിയസ് എത്രയാണ്? പാർസെക് ആണ്. എപ്പോൾ? പാരലാക്സ് ആംഗിൾ 1 സെക്കൻഡ് ആണെങ്കിൽ. സോ ബേസിക്കലി എന്താണിത്? നമ്മുടെ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് എത്രയാണ്? അത് പാർസെക് ആണ്. ഡിവൈഡ് ബൈ ആർക്ക് ലെങ്ത് എത്രയാണ്? അത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. സോ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ആർക്ക് ലെങ്ത്. റേഡിയസ് എത്രയാണ്? അത് പാർസെക് ആണ്. എപ്പോഴാണെങ്കിൽ തീറ്റൻ്റെ വാല്യൂ എത്രയാണെങ്കിൽ 1 സെക്കൻഡ് ആണെങ്കിൽ. സോ തീറ്റ 1 സെക്കൻഡ് ആണെങ്കിൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഡിവൈഡ് ബൈ പാർസെക് ആയിരിക്കും എന്ത്? 1 സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, AMU മാസിന് യൂണിറ്റ് ആണ്. അറ്റോമിക് മാസ് യൂണിറ്റ്, യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്, അതിന് യു എന്നൊക്കെ വിളിക്കും. കെമിസ്ട്രി നിങ്ങൾ പഠിക്കും. അതായത് ഒരു കാർബൺ ആറ്റം, ഒരു കാർബൺ 12 ആറ്റത്തിന് എടുത്തിട്ട് നമ്മൾ 12 മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം, അതിനെ വിളിക്കുന്ന പേരാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. അതിൻ്റെ ഭാരമാണ്. ഒരു കാർബൺ 12 ആറ്റത്തിന് എടുത്തിട്ട് 12 മുറിച്ചതിൻ്റെ ഒരു പീസ് എടുത്തു. അതിൻ്റെ മാസാണ് ഏറ്റവും ചെറിയ മാസ്, നമുക്ക് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ മൈന്യൂട്ട് മാസ്. അത്രയാണ് 1.66 × 10⁻27 കിലോഗ്രാം ആണ്. അതിനെ ഗ്രാമിൽ കൺവേർട്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടും. 1 CSL ചന്ദ്രശേഖർ ലിമിറ്റ്. നമുക്ക് അളക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ മാസാണ് CSL. 1 CSL എന്ന് പറഞ്ഞാൽ 1.4 ഇൻറ്റു മാസ് ഓഫ് സൺ ആണ്. അതിൻ്റെ വാല്യൂ 2.8 × 10⁻30 കിലോഗ്രാം ആണ്. ഇനി സ്പീഡിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്? അത് km/h ആണ്. അതിനെ നമ്മൾ m/s കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ അത് 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഇത് പഠിക്കും. സ്പീഡിൻ്റെ യൂണിറ്റ്, വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്? km/h. നമുക്കതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ m/s കൺവേർട്ട് ചെയ്യണമെങ്കിൽ km/h എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇത് നമ്മൾ എവിടെ പഠിക്കും? അടുത്ത ചാപ്റ്ററിൽ, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ പഠിക്കും. സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ബേസിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കൺവേർഷനാണ് ഇതിൽ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഈ മീറ്റർ നമുക്കറിയാം, ഈ ഒരു സംഭവം നമുക്കറിയാം. മൈൽ ഒരു ഏകദേശ ഐഡിയ ഉണ്ടായിരിക്കണം. 1.6 കിലോമീറ്റർ ആണ് 1 മൈൽ എന്ന് പറയുന്നത്. ഇഞ്ച് ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. യാർഡ് ഇതുവരെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, പക്ഷേ ബേസിക്കലി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. 1 യാർഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഫീറ്റ് ആണ്. അതുപോലെ മൈക്രോമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6 മീറ്റർ ആണ്. ആങ്സ്ട്രോം ഇതും അറിഞ്ഞിരിക്കേണ്ടതാണ്. എത്രയാണ്? 10⁻⁻10 മീറ്റർ ആണ് ആങ്സ്ട്രോം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട, എന്താണെന്നെങ്കിലും അറിഞ്ഞിരിക്കേണ്ട യൂണിറ്റ്സ് കൺവേർഷൻ ആണ് ഇത്രയും. സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ച ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.